A+2 സ്വാഗതം. ഇന്ന് 50,000 രൂപ വരെ വിധവകളായ സ്ത്രീകൾക്ക് സർക്കാർ തിരിച്ചടയ്ക്കേണ്ടതില്ലാത്ത ഒരു ധനസഹായം നൽകുന്നതിനെക്കുറിച്ചിട്ടുള്ള വിവരങ്ങളാണ് പങ്കുവെക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ നിരവധി നിരാലംബരായ സ്ത്രീകൾ ഇപ്പോൾ വിധവകളായി ജീവിക്കുന്നുണ്ട്. ആരുടെയും താങ്ങും തണലുമില്ലാതെ ബുദ്ധിമുട്ടുന്ന ഇത്തരം സ്ത്രീകളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് ഇന്ന് imbichibava ഭവന പുനരുദ്ധാരണ പദ്ധതി എന്നറിയപ്പെടുന്ന ഈ പദ്ധതിയെക്കുറിച്ചിട്ടുള്ള വിവരങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഇതൊരു ചോദ്യോത്തര രീതിയിൽ ഞാനിത് അവതരിപ്പിക്കാം. അപ്പോൾ ലളിതമായി നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. പൂർണ്ണമായും എല്ലാ വിവരങ്ങളും ഈ എപ്പിസോഡിൽ ഉണ്ട്. ഇതിനെ സംബന്ധിച്ച് മറ്റൊരു സംശയവും നിങ്ങൾക്ക് ഉണ്ടാകാൻ ഇടയില്ലാത്ത വിധം മറ്റൊരാളിനെയും ഈ പദ്ധതിയെക്കുറിച്ചിട്ടുള്ള വിശദ വിവരങ്ങൾ അറിയുന്നതിന് ആശ്രയിക്കാൻ പോകേണ്ടി വരാത്ത സ്ഥിതിയിൽ ഈ എപ്പിസോഡ് നിങ്ങളെ എല്ലാ കാര്യങ്ങളെയും വിശദമായി തന്നെ നിങ്ങളോട് പ്രതിപാദിക്കും. തീർച്ചയായും ഇത്തരം വിവരങ്ങൾ നൽകുന്ന ഒരു ചാനലാണ് A+2. ഇപ്പോൾ ഏകദേശം ചാനൽ ആരംഭിച്ചതിന് ശേഷം വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. ഇതിനിടയ്ക്ക് 200-ൽ പരം എപ്പിസോഡുകൾ ചെയ്തു കഴിഞ്ഞു. ഏകദേശം 1,25,000-ഓളം പേർ ഈ എപ്പിസോഡുകൾ കണ്ടു കഴിഞ്ഞു. ഏതാണ്ട് 4,500-ൽ പരം സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞു. എല്ലാവർക്കും ഈ ഓരോ എപ്പിസോഡും കാണുന്നവർ അവരുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിലേക്ക് എത്തിക്കുമ്പോൾ, ചോദ്യങ്ങളായി എത്തിക്കുമ്പോൾ അതിനൊക്കെ എല്ലാ ദിവസവും കൃത്യമായ മറുപടിയും നൽകിക്കൊണ്ടാണ് ഈ ചാനൽ മുന്നോട്ട് പോകുന്നത്. സർക്കാരിൻ്റെ ധനസഹായങ്ങളും സ്കോളർഷിപ്പുകളും നിയമകാര്യങ്ങളും അറിയേണ്ട എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു എപ്പിസോഡുകളാണ് ഈ ചാനലിൽ ഞങ്ങൾ എല്ലാ ദിവസവും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യാനും മടിക്കാതിരിക്കുക. നമുക്ക് ഈ ഭവന പുനരുദ്ധാരണ പദ്ധതിയെക്കുറിച്ച് നോക്കാം. 50,000 രൂപ ലഭിക്കുന്ന ഭവന പുനരുദ്ധാരണ പദ്ധതിയാണത്. ഇത് സംബന്ധിച്ച് ചോദ്യോത്തര രീതിയിൽ ഞാൻ വിവരങ്ങൾ ഇനി നിങ്ങളുമായി പങ്കുവെക്കുന്നു. ചോദ്യം 1 ഇതാണ്: ആരാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്? ഏത് വകുപ്പാണ്? നമ്മുടെ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. തിരുവനന്തപുരം വികാസ് ഭവനിലുള്ള ന്യൂനപക്ഷ ക്ഷേമ ഡയറക്ടറേറ്റ് മുഖേനയാണ് ഇത് നടപ്പാക്കുന്നത്. എന്നാൽ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും പ്രത്യേകിച്ച് കളക്ടറേറ്റുകളിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെ തന്നെ ഒരു പ്രത്യേക വിങ് ഉണ്ടാകും, ഒരു സെക്ഷൻ ഉണ്ടാകും. അവരാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള മറ്റ് കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുന്നത്. ഇത്രയും വിവരങ്ങൾ നിങ്ങൾക്ക് ആദ്യമായി മനസ്സിലായി കാണും എന്ന് ഞാൻ കരുതുന്നു. എത്ര തുകയാണ് ഈ പദ്ധതി പ്രകാരം ലഭിക്കുക? 50,000 രൂപയാണ് ലഭിക്കുക. ഇത് തിരിച്ചടയ്ക്കേണ്ടതുണ്ടോ? ഇല്ല, തിരിച്ചടയ്ക്കേണ്ടതില്ലാത്ത തുകയാണിത്. എന്തിനു വേണ്ടിയാണ് ഈ തുക നൽകുന്നത്? പ്രധാനമായും അടിസ്ഥാന സൗകര്യമില്ലാത്ത വീടുകളുടെ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയാണ് ഈ തുക നൽകുന്നത്. എന്ന് വെച്ചാൽ വീടിന് വാതിലില്ല, ജനലില്ല, അതേപോലെ മേൽക്കൂര ശരിയായിട്ടില്ല, ഇലക്ട്രിഫിക്കേഷൻ നടത്തിയിട്ടില്ല, ഫ്ലോറിംഗ് ഇല്ല, വീട് പണി പാതി വഴിയിൽ നിലച്ചു പോയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ നിലവിലുള്ള കുടുംബത്തിലെ സാഹചര്യം ആ വീട്ടിൽ താമസിക്കാൻ പറ്റുന്നതല്ലാത്ത നിലയിൽ ഏത് സാഹചര്യത്തിലായിരുന്നാലും ആ വീടിന് അറ്റകുറ്റപ്പണി ആവശ്യമാണെങ്കിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ധനസഹായത്തിന് വേണ്ടി അപേക്ഷ നൽകാം. ആർക്കാണ് ഇതിന് അർഹതയുള്ളത്? അപേക്ഷിക്കാനുള്ള അർഹത ആർക്കാണ്? മത ന്യൂനപക്ഷങ്ങൾക്കാണ് ഇതിന്, അതിൽപ്പെട്ട വിധവകൾക്കാണ് ഇതിന് അപേക്ഷിക്കാനുള്ള അർഹത. മതന്യൂനപക്ഷ വിഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, പാർസി, ജൈന വിഭാഗങ്ങളിൽപ്പെട്ടവരെയാണ് മതന്യൂനപക്ഷ വിഭാഗങ്ങളായി നമ്മുടെ സംസ്ഥാനത്ത് കണക്കാക്കിയിരിക്കുന്നത്. അവർക്കാണ് ഈ ഭവന പുനരുദ്ധാരണ പദ്ധതി പ്രകാരമുള്ള ധനസഹായത്തിന് അപേക്ഷിക്കാൻ കഴിയുന്നത്. ഇതിൽ മറ്റ് മാനദണ്ഡങ്ങൾ പ്രകാരം ആർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക? 1, വിധവകൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട വിധവകൾക്ക് ഇതിന് അപേക്ഷിക്കാം. വിധവകളുടെ പരിഗണനയിൽ ആരൊക്കെ വരും? വിധവകൾ വരും, ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ വരും, വിവാഹ മോചനം ലഭിച്ച സ്ത്രീകളും വരും. ഈ 3 വിഭാഗം ആളുകളെയും വിധവകളായിട്ടാണ് പരിഗണിക്കുക. ഈ ഞാൻ സൂചിപ്പിച്ച ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കണം എന്നേ ഉള്ളൂ. ഇതിന് എവിടെയാണ് അപേക്ഷിക്കാനുള്ളത്?
ജില്ലാ കളക്ട്രേറ്റിലുള്ള ന്യൂനപക്ഷ ക്ഷേമ വിഭാഗത്തിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. രണ്ടാമതായി ഞാൻ ഇതിന് അവസാനമായി പറയുന്ന ഒരു മേൽവിലാസം തരാം, അവിടെയും നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഇതിൻ്റെ അപേക്ഷാ ഫോറം എവിടെ നിന്ന് കിട്ടും? www.minorityWelfare.kerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്നും നിങ്ങൾക്കിത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം. അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന എടുക്കാം, സ്വന്തം നിലയിൽ ചെയ്യാൻ കഴിയുന്നവർക്ക് അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ ജില്ലാ കളക്ട്രേറ്റിനോട് ചേർന്നുള്ള മിക്കവാറും അവിടെ ആയിരിക്കും ന്യൂനപക്ഷ ക്ഷേമ സെക്ഷൻ ഉണ്ടാവുക. ആ സെക്ഷനിൽ നേരിട്ട് പോയാലും നിങ്ങൾക്ക് ഈ അപേക്ഷാ ഫോറം വാങ്ങാൻ കഴിയും. ഈ തുക തിരിച്ചടയ്ക്കേണ്ടതുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഈ തുക തിരിച്ചടയ്ക്കേണ്ടതില്ല എന്ന് നിങ്ങൾ അറിയുക. എത്ര വിസ്തീർണമുള്ള വീടുകൾക്കാണ് ഈ ധനസഹായം ലഭിക്കുക? 1200 സ്ക്വയർ ഫീറ്റ് വരെയുള്ള വീടുകൾക്കാണ് ഈ ധനസഹായം അറ്റകുറ്റപ്പണികൾക്കായി ലഭിക്കുക. അപേക്ഷ നൽകേണ്ടത് ഈ വിധവകളായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ വിധവകൾക്ക് കുടുംബത്തിലെ ഏക നായക എന്ന് പറയുന്ന ആളായിരിക്കും. അതായത് കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തേണ്ടി വരുന്ന വ്യക്തി ആണ് ഈ കുടുംബ നായിക. അവർക്കാണ് ഇത് ഏറെ ഉപകാരപ്പെടുന്നത്. കാരണം അവർക്ക് ആലംബഹീനരായ അവർക്ക് ഭർത്താവില്ല, മറ്റ് ആരും സംരക്ഷിക്കാനില്ല എങ്കിൽ അവർക്ക് തീർച്ചയായും ഇതിന് അപേക്ഷിക്കാൻ കഴിയും. ഇനി ഇതിനെ സംബന്ധിച്ച് അപേക്ഷിക്കേണ്ട സ്ഥലം ഞാൻ പറഞ്ഞു, അപേക്ഷാ ഫോറം കിട്ടുന്ന സ്ഥലം പറഞ്ഞു. ഇതിന് മറ്റൊരു പ്രധാന കാര്യം കൂടെ നിങ്ങൾ അറിയാനുള്ളത്, ഇതിൻ്റെ അപേക്ഷിക്കാനുള്ള അവസാന തീയതി 30/8/2022. ഈ മാസം 30-ാം തീയതിയാണ് ഇതിന് അപേക്ഷിക്കാനുള്ള അവസാന തീയതി. ഇതിന് മുൻഗണനയുണ്ടോ എന്നൊരു ചോദ്യം സാധാരണ നിലയിൽ എല്ലാവർക്കും ഇപ്പോഴുണ്ട്. കാരണം ലൈഫ് മിഷൻ പദ്ധതിയായാലും ഏത് പദ്ധതിയായാലും അതിൽ അപേക്ഷിക്കുന്ന എല്ലാവർക്കും കിട്ടണമെന്നില്ല, അതിൽ മുൻഗണന ഉണ്ടാകും. ആ മുൻഗണന ഏതൊക്കെയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. 1, BPL കുടുംബമായിരിക്കണം. ഇതിലെ അപേക്ഷക കുടുംബത്തിലെ ഏക വരുമാനദായക ആയിരിക്കണം. അവരുടെ കുടുംബം നോക്കുന്നത് അവരാണ്, കുടുംബം സംരക്ഷിക്കുന്നത് അവരാണ്. കാരണം വിധവയായ സ്ത്രീയെ സംരക്ഷിക്കാൻ, അവരെയും കുട്ടികളെയും സംരക്ഷിക്കാൻ വേറെ ആരുമില്ല, അവർ തന്നെയാണ് കുടുംബത്തിൻ്റെ സംരക്ഷക. അതുകൊണ്ട് രണ്ടാമത്തെ ക്രൈറ്റീരിയ അതാണ്. 3, പെൺകുട്ടികൾ മാത്രമുള്ള കുടുംബത്തിന് ഇതിൻ്റെ മാനദണ്ഡപ്രകാരം മുൻഗണന ലഭിക്കും. 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾ ഉള്ള കുടുംബത്തിനാണെങ്കിൽ അവർക്കും ഈ പദ്ധതി പ്രകാരം അപേക്ഷിക്കാനുള്ള മുൻഗണന കിട്ടും. മൈനറായ മക്കളുണ്ടെങ്കിൽ അവർക്ക് മുൻഗണന കിട്ടും. ക്യാൻസർ, കിഡ്നി, ഹൃദ്രോഗം, കരൾ, അതുപോലെ തളർവാദം തുടങ്ങി മാരകമായ രോഗങ്ങൾ ഉള്ള ആളാണ് അപേക്ഷകയെങ്കിൽ അവർക്കും, അല്ല മക്കളിൽ ആർക്കെങ്കിലും ഇത്തരം രോഗങ്ങൾ ഉണ്ടെങ്കിൽ ആ കുടുംബത്തിനും ഇതിന് മുൻഗണന ലഭിക്കും. 40 മുതൽ 55 വയസ്സ് വരെ പ്രായമുള്ളവരാണെങ്കിൽ അവർക്ക് മുൻഗണന കിട്ടും. അപേക്ഷിക്കാൻ ആർക്കും അപേക്ഷിക്കാം, വിധവയായ ആർക്കും അപേക്ഷിക്കാം, അതിന് ഏജ് ബാറില്ല, പ്രായപരിധിയില്ല. എന്നാൽ മുൻഗണന വരുന്നത് 40 മുതൽ 55 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഇതിനകത്ത് മുൻഗണന ഉണ്ടാകും. പരമാവധി 10 സെൻറ്റ് ഭൂമി ഉണ്ട് എങ്കിൽ അവർക്കും മുൻഗണനാ വിഭാഗം അവരിൽ വരും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇത്രയും മാനദണ്ഡങ്ങളെല്ലാം ഒരു 100 മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നിശ്ചയിക്കുക. ഇതിൽ മുൻഗണന വരുന്ന ഓരോ വിഭാഗത്തിനും മാർക്ക് ഇടും. അങ്ങനെ ആകെ 100 മാർക്കാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടുന്നവർ ഇതിൻ്റെ ലിസ്റ്റിൽ ആദ്യമായി വരും. അങ്ങനെയുള്ളവർക്ക് ആദ്യം കൊടുക്കുകയും പിന്നീട് മാനദണ്ഡത്തിൽ മുൻഗണനയില്ലാത്ത ആളുകളും അപേക്ഷകരായിട്ടുണ്ടാവും, അവരെ പിന്നീട് പരിഗണിക്കുകയും ചെയ്യും. ഇതിനകത്ത് അർഹതയില്ലാത്ത ആളുകൾ, ഇതിനെ അപേക്ഷിക്കാൻ അർഹതയില്ലാത്ത ആളുകൾ ആരൊക്കെയാണ്? 1, നമ്മുടെ സംസ്ഥാന സർക്കാർ സർവീസിലോ അതുപോലെ സ്ഥിരമായി ജോലിയോ ഉള്ള സർക്കാർ സർവീസിൽ അർദ്ധ സർക്കാർ സ്ഥാപനത്തിലായാലും സ്ഥിരമായ ജോലി ഉണ്ടെങ്കിൽ, സ്ഥിരമായ ജോലി അത് ഓർത്തിരിക്കുക, സ്ഥിരമായ താൽക്കാലിക ജോലി ഉള്ളവർക്ക് അപേക്ഷിക്കാം, സ്ഥിരമായ ജോലി ഉള്ളവർക്ക് ഇതിന് അപേക്ഷിക്കാൻ കഴിയുകയില്ല എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ സർക്കാരിൻ്റെയോ മറ്റ് ഏതെങ്കിലും ഏജൻസിയുടെയോ ഭവന നിർമ്മാണത്തിനോ ഭവന പുനരുദ്ധാരണത്തിനോ കഴിഞ്ഞ 10 കൊല്ലമായി ഏതെങ്കിലും ധനസഹായം ലഭിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ
ലഭിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഈ ധനസഹായത്തിന് അർഹത ഉണ്ടാവില്ല. അത് പ്രത്യേകിച്ച് ഓർക്കുക. നേരത്തെ വാങ്ങിയിട്ടുള്ളവരുടെ കാര്യത്തിൽ മാത്രമാണ്. ഇങ്ങനെ വാങ്ങിയിട്ടില്ല എന്ന് കാണിക്കുന്നതിന് വില്ലേജ് ഓഫീസിൽ നിന്നും നിങ്ങളൊരു രേഖ വാങ്ങി സമർപ്പിക്കണം. അത് ലോക്കൽ ബോഡിയിൽ നിന്നും ലഭിക്കുന്ന രേഖയായാലും മതിയാകും. എന്തൊക്കെ രേഖകളാണ് അപേക്ഷയോടൊപ്പം ഹാജരാക്കാനുള്ളത്? അപേക്ഷയോടൊപ്പം നിങ്ങൾ ഈ വർഷം 2022 കരം ഒടുക്കിയ രസീത്, നിങ്ങളെ വീടിൻ്റെ കരം ഒടുക്കിയ രസീതുണ്ടെങ്കിൽ, വീടുള്ളവർക്കേ ഇത് കിട്ടുള്ളൂ, വീടിൻ്റെ പുനരുദ്ധാരണമാണ്, അതുകൊണ്ട് ആ വീട് ഉൾപ്പെടെയുള്ള സ്ഥലത്തിന് കരം ഒടുക്കിയ രസീതിൻ്റെ പകർപ്പ് ഹാജരാക്കണം. റേഷൻ കാർഡിൻ്റെ പകർപ്പ് ഹാജരാക്കണം. നിങ്ങളുടെ താമസ സർട്ടിഫിക്കറ്റ്, റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ്, അത് നിങ്ങൾ താമസിക്കുന്ന പഞ്ചായത്താണെങ്കിൽ അവിടെ, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, എവിടെയാണോ ലോക്കൽ ബോഡി നിങ്ങൾ താമസിക്കുന്നത് അവിടെ നിന്ന് ലഭിക്കുന്ന റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ്, താമസ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കണം. ഗുരുതര രോഗം ബാധിച്ചിട്ടു ഉണ്ടെങ്കിൽ അത് സംബന്ധിച്ചിട്ടുള്ള രേഖകൾ നിങ്ങൾ ഹാജരാക്കണം. മുൻഗണനയ്ക്ക് വേണ്ടിയാണ്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ മൈനറായ കുട്ടികളുണ്ടെങ്കിൽ, പെൺകുട്ടികൾ മാത്രമുണ്ടെങ്കിൽ, ഇങ്ങനെയൊക്കെ ഉള്ളതിന് നിങ്ങൾ അതിനുള്ള തെളിവ് കൂടി നിങ്ങൾ ഹാജരാക്കിയാൽ മുൻഗണനാ വിഭാഗത്തിൽ വരും. ഹാജരാക്കിയില്ലെങ്കിലും നിങ്ങൾ ലിസ്റ്റിൽ വരും. പക്ഷേ മുൻഗണന ലഭിക്കണമെങ്കിൽ ഇത്തരം രേഖ ഹാജരാക്കണം. അത് വില്ലേജ് ഓഫീസിൽ നിന്നും നിങ്ങൾക്ക് ആ രേഖകൾ ലഭിക്കുകയും ചെയ്യും. ഇത്രയും വിവരങ്ങളാണ് ഇംബിച്ചിബാവ ഭവന പുനരുദ്ധാരണ പദ്ധതിയെക്കുറിച്ച് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. 2022 അപേക്ഷ ഇപ്പോൾ ക്ഷണിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും അപേക്ഷ ക്ഷണിക്കാറുണ്ട്. ഈ കഴിഞ്ഞ വർഷം അപേക്ഷ ക്ഷണിച്ചതും ഈ ചാനലിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ഈ 2022 അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. തീർച്ചയായും അർഹതയുള്ളവരെല്ലാം അപേക്ഷിക്കുക. അപേക്ഷിക്കാൻ മടി കാണിക്കാതിരിക്കരുത്. ഞാൻ മുൻഗണനാ വിഭാഗത്തിൽ വരില്ലല്ലോ, എനിക്ക് കിട്ടില്ല എന്ന് കരുതരുത്. കാരണം മുൻഗണനാ വിഭാഗത്തിൽ മറ്റാളുകൾ ഇല്ലാതെ വന്നാൽ നിങ്ങൾക്ക് കിട്ടുമല്ലോ. മുൻഗണനാ വിഭാഗക്കാർ തന്നെയാണ് എല്ലാവരും എന്ന് കരുതരുത്. അതുകൊണ്ട് വിധവയായവർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച സ്ഥിതിവിശേഷം ഉള്ള ആളുകൾ തീർച്ചയായും ഇതിനു വേണ്ടി അപേക്ഷിക്കാൻ മറന്നു പോകരുത്. 50,000 രൂപ തിരിച്ചടയ്ക്കേണ്ടതില്ലാത്ത തുകയാണ് നിങ്ങൾക്ക് ലഭിക്കുക. വളരെ ചെറിയ ചില ഇതുമായിട്ട് അപേക്ഷിക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള പ്രൊസീജിയർ വളരെ ചെറുതാണ്. അതിനെ സംബന്ധിച്ച് കൂടുതൽ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. ഞാൻ പറയുന്ന രേഖകളുടെ എല്ലാം ഫോട്ടോ കോപ്പീസ് എടുത്ത് നിങ്ങളത് അപേക്ഷയോടൊപ്പം പിൻ ചെയ്ത് ജില്ലാ കളക്ടറേറ്റിലെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിലേക്ക് നിങ്ങൾ നൽകണം. ഇനി നിങ്ങൾ നേരിട്ടാണ് നൽകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഞാൻ പറഞ്ഞു, ജില്ലാ ക്ഷേമ കോർപ്പറേഷൻ്റെ സെക്ഷനിൽ കളക്ടറേറ്റിനോട് ചേർന്നിട്ടുള്ള ഈ മൈനോറിറ്റി വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്ഷനുണ്ട്. അവിടെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെ സെക്ഷൻ കളക്ടറേറ്റിനോടാണ് മിക്കവാറും അത് ചേർന്നിട്ടുണ്ടാകുക. അവിടെ പോയി നിങ്ങൾക്ക് നേരിട്ട് കൊടുക്കുകയും ചെയ്യാം. ഇനി തപാലിൽ അയക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെപ്യൂട്ടി കളക്ടർ ജനറൽ, ജില്ലാ ന്യൂനപക്ഷ ക്ഷേമ ഡിപ്പാർട്ട്മെൻറ്റ്, കളക്ടറേറ്റ്, നിങ്ങൾ ഏത് കളക്ടറേറ്റിലാണ് നിങ്ങളുടെ വീട് വരുന്നത് ആ കളക്ടറേറ്റിലേക്ക് നിങ്ങൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യാം. പോകണമെന്നില്ല, അയച്ചു കൊടുക്കാം. ഞാൻ പറയുന്ന ഈ അഡ്രസ്സ് ഇത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് ആ തപാൽ വിലാസം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കുറിച്ചെടുത്തിട്ട് അവിടേക്ക് ഈ രേഖകളെല്ലാം ചേർത്ത് അപേക്ഷ അയച്ചു കൊടുക്കുകയും ചെയ്യുക. ഇത്തരം വിവരങ്ങൾ പങ്കുവെക്കുന്ന A+2 എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടി കാണിക്കാതിരിക്കുക. എല്ലാ ദിവസവും ഞങ്ങൾ ഇത്തരം വിവരങ്ങൾ നിങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ഓരോ വിവരങ്ങൾ നിങ്ങൾ അറിയേണ്ട വിവരങ്ങൾ മറ്റുള്ളവർ അറിയാൻ വേണ്ടി ഷെയർ ചെയ്യാനും മടി കാണിക്കാതിരിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് അടുത്തിട്ടുള്ള ബെൽ ഐക്കൺ, യൂട്യൂബിൽ തന്നെയുള്ള ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്താൽ എല്ലാ ദിവസവും ഇടുന്ന എപ്പിസോഡുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയും ചെയ്യും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.